ഹലോ എവരിവൺ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ ഇടുന്നതിൽ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ചക്കക്കുരുവാണ്. ഞാനൊരു 6 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അധികം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഈ തൊലി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്യാൻസർ വേറെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെ ഞാനങ്ങ് വേവിച്ചെടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു ഏത്തപ്പഴമാണ് അവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് നെയ്യിൽ വഴറ്റി ഉടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചക്കക്കുരും ഇതുപോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര പാനിയിൽ ഇത് നന്നായിട്ട് കിടന്നിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ശർക്കരയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ ചക്കക്കുരും പഴം എത്രത്തോളമാണോ എടുക്കണേ അപ്പോൾ അതേപോലെയാണ് എടുക്കുക. അപ്പോൾ 2ാം പാലം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുതായി വന്നതിന് ശേഷം 1ാം പാലം കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്കക്കുരു പഴം പായസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ ചക്കയുടെ ഒക്കെ കാലമാണല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഏലക്ക പൗഡറാണ് കേട്ടോ. ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാ പായസത്തിലും ഇടുന്ന പോലെ കഷ്ണണ്ടി ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള പായസം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ വീഡിയോ ഇഷ്ടമായി എൻ്റെ